ഹലോ ഗായ്സ്, ഹാപ്പി ഓണം. അപ്പോൾ ഈ വർഷം എൻ്റെ തനുക്കുട്ടിക്ക് 3 വയസ്സായിട്ടുണ്ട്. ഇത് 1 വയസ്സായ ഓണമാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും. ഈ ഓണമാണ് കേട്ടോ. ഞാൻ എൻ്റെ തനു വന്നതിന് ശേഷം നമ്മൾ അടിച്ച് പൊളിച്ച് എല്ലാ ഫാമിലി മെമ്പേഴ്സും ഒന്നിച്ച് കൂടി സദ്യയൊക്കെ കഴിച്ചും ഓണക്കളികളൊക്കെ കളിച്ച് നല്ലൊരു ഓണം ഇതായിരുന്നു കേട്ടോ. ഇത് നമ്മൾ സദ്യയെല്ലാം ഒരുക്കിയതിന് ശേഷം കുഞ്ഞായിട്ടിരിക്കണത് എൻ്റെ തനിക്കുട്ടി. ഇന്നത്തെ ഓണം എൻ്റെ ചേട്ടൻ്റെ അമ്മ ഹോസ്പിറ്റലായിരുന്നു. മാത്രമല്ല നമ്മളെല്ലാവരും പനിയായിരുന്നു. പിന്നെ അനിയനും അവരാരും നാട്ടിലില്ലാത്തത് കാരണം നമ്മൾ വലുതായിട്ടൊന്നും ആഘോഷിച്ചില്ല. പക്ഷേ ഈ ഓണം ഒരു 2 വർഷത്തിന് മുമ്പുള്ള ഓണം അടിപൊളിയായിരുന്നു കേട്ടോ. ദസന്തരിക്ക് പൊട്ട് തൊടലും ഒക്കെ ആയിട്ട് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഫാമിലി മെമ്പേഴ്സ് എല്ലാം അടിച്ച് പൊളിച്ചൊരു ഓണമായിരുന്നു. ഇതെൻ്റെ അനിയനാണ്, അവനായിരുന്നു കേട്ടോ ഗൈസ് ഫസ്റ്റ്. അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് പൊട്ട് വയ്ക്കുക ആണുങ്ങളായിരിക്കുമല്ലോ ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് നന്ദുവാണ്. നന്ദു നൈസായിട്ട് പാളിപ്പോയി. പൊട്ട് എവിടെയൊക്കെയോ വെച്ചിട്ട് അവൻ പോയി. കണ്ണിലായിരുന്നു എന്തോ, അല്ല ചെവിയിലായിരുന്നു. ഓക്കെ, അടുത്ത കിരണായിരുന്നു. ഇവരാരും ഇന്ന് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് മാത്രം കൂടിയൊക്കെ ആണെന്ന് തോന്നുന്നു. ഈ ഓണം ഉഷാറൊന്നും ആയിട്ടില്ലായിരുന്നു. എന്നാൽ ഈ ഓണം നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അടിപൊളി ഓണമായിരുന്നു കേട്ടോ. കസേര ചുറ്റിൽ എൻ്റെ ചേട്ടൻ നൈസായിട്ട് ഔട്ടായിട്ടുണ്ട്. ലാസ്റ്റ് ഇവർ രണ്ടുപേരും മാത്രമാണ്. ഇപ്പം എൻ്റെ കൊച്ചിച്ചൻ പാസ്സായത് കണ്ടിട്ട് ദൈവക്ക് സഹിച്ചില്ല കേട്ടോ. ഇവർ രണ്ടുപേരും കൂടെ അടിയായി. ഇതും അവിടെ ഇരിക്കുന്നതാണ് കേട്ടോ എൻ്റെ ചേട്ടൻ്റെ അമ്മ, അതായത് എൻ്റെ അമ്മായിയമ്മ. ഓക്കെ, then ഇവിടെ അടിയൊക്കെ നടക്കുന്നുണ്ട്. ഈ കളി എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്കണേ. എൻ്റെ അമ്മയാണ് കേട്ടോ ഈ വരുന്നത്. ഈ താഴെ ഈ കാണുന്ന നിങ്ങൾ ഈ റംബൂട്ടാനാണ് കേട്ടോ. എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു റംബൂട്ടാൻ മരമുണ്ട്. അതിൻ്റെ ഒരു ചാകരയായിരുന്നു കേട്ടോ അന്ന്. ഇന്നതൊന്നും ഇല്ല, മരമുണ്ട് പക്ഷേ മരത്തിലെ കായില്ല. ഇത് അമ്മയാണ് ഗൈസ്. ഫസ്റ്റ് എൻ്റെ അമ്മയായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ അച്ഛൻ വരുന്നുണ്ട്. അച്ഛൻ എനിക്ക് തോന്നുന്നു ഉന്നം വയ്ക്കണ എൻ്റെ കൊച്ചിച്ചനെ എൻ്റെ ചേട്ടനെ അടിക്കാനാണെന്ന് തോന്നുന്നു. ചേട്ടാ എഴുതി ഓടിക്കളഞ്ഞു ഗൈസ്. അച്ഛൻ ഇങ്ങനെ വന്നിട്ട് വെറും ഫ്ലോപ്പ് ഔട്ട്. ദെൻ അടുത്തെൻ്റെ ചേട്ടൻ വന്നു. ചേട്ടനാണ് ദൈ വരുന്നത്. വന്ന് ഇപ്പം അടിക്കും എന്ന് പറഞ്ഞിട്ട് എവിടെയോ അടിച്ചിട്ട് പോയി. ഓക്കെ, ദെൻ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതൊന്നും അല്ല, ഇതിനപ്പുറം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ രാവിലെ അത്തം കാണാനും എല്ലാവരും ഒക്കെ ഒരുമിച്ച് കൂടി അടിച്ച് പൊളിച്ച് ഒരു അടിപൊളി ഓണം. ഈ ഓണം അടുത്ത കൊല്ലം വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുവരേക്കും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.